അച്ഛാ, അച്ഛൻ എന്നോട് പിണക്കാണോ? എന്തിന്? ഞാൻ അച്ഛനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഞാൻ എപ്പോഴാ അച്ഛന് സ്വസ്ഥത തന്നിട്ടുള്ളത്? അമ്മ മരിച്ചതിന്റെ കുറവറിയിക്കാതെ അച്ഛൻ എന്നെ വളർത്തി. ഞാൻ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തന്നു. പക്ഷെ എന്ത് കാര്യം, ഞാനിങ്ങനെ ആയിപ്പോയി. അച്ഛനെ നിഷേധിക്കാൻ മാത്രം ഒരുത്തി. ഇതിപ്പോ എന്താ ഇങ്ങനൊരു ചിന്ത വരെ? കുറെ നേരമായിട്ട് മുറിയിലിരുന്ന് ഞാനിതൊക്കെ ചിന്തിക്കായിരുന്നു. ഇനി കുറച്ചു നാളുകൂടി കഴിഞ്ഞാ എനിക്കൊരു കുഞ്ഞുണ്ടാവും. അപ്പൊ അച്ഛനില്ലാത്ത കുഞ്ഞിനെ ചുമക്കുന്ന മകളെയും കൊണ്ട് എന്റെ അച്ഛൻ നടക്കേണ്ടി വരും. നാട്ടുകാർ പലതും പറയും. അവരുടെ മുൻപില് അച്ഛന്റെ തല കുനിയും. അത് സാരമില്ല, നിന്റെ തല നിവർന്നു നിൽക്കുമല്ലോ, നിന്റെ വാശിയും. എനിക്ക് അച്ഛൻ ഇങ്ങനെ കാണാൻ വയ്യ. അച്ഛൻ പഴയതുപോലെ ചിരിച്ചും കളിച്ചും എന്റെ കൂടെ ഉണ്ടാവണം. ഞാനൊരു കോമാളിയല്ല, ആവശ്യം വരുമ്പോ ആളുകളുടെ മുന്നിൽ ചിരിച്ചു കാണിക്കാൻ. കോമാളിയായിട്ട് ചിരിക്കണ്ട, നല്ല രീതിയിൽ ചിരിക്കാലോ. ഞാൻ അരുണായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാം. എന്റെ നിർബന്ധത്തിനാണെങ്കിൽ വേണ്ട. എന്റെ താല്പര്യത്തിനാ. എന്റെ ഭാഗത്ത് വീഴ്ചകളുണ്ട്. അരുണിന്റെ മുന്നിലല്ലേ, അത് തുറന്നു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. നീ കാര്യമായിട്ടാണോ പറയുന്നത്? അതെ അച്ഛാ, ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് അരുണിനെ വിളിക്കാനിരിക്കായിരുന്നു. ഞാനൊരു കണ്ടീഷനും പറയില്ല. എനിക്ക് അരുണിന്റെ കൂടെ ജീവിക്കണം. അരുണിന്റെ കുഞ്ഞിനെ മാന്യമായി പ്രസവിക്കണം. എങ്കിൽ പിന്നെ ഒരു വിളിച്ചു പറയലൊന്നും വേണ്ട. നമുക്ക് ഇപ്പൊ തന്നെ ഫാദറിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? വൈകിയ ഞാൻ വാക്കുമാറുമെന്ന് പേടിച്ചിട്ടാണോ? അല്ല, എന്റെ സന്തോഷം കൊണ്ടാണ്. ഞാൻ ഫാദറിനെ വിളിച്ചു പറയാം, നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെന്ന്. പറഞ്ഞോളൂ. ഇപ്പൊ എന്റെ സന്തോഷത്തിന്റെ അളവെന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. അവരുടെ മുന്നിൽ പോയി സമ്മതം പറയുമ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നീ പൂർണ്ണമായി മനസ്സിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ടായിരിക്കണം. കേട്ടല്ലോ? കൈപിടിച്ചു കൊടുക്കുമ്പോ അച്ഛനൊരു ഉറപ്പ് വേണം, എന്റെ മോള് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന്. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇത് ഞാൻ എന്റെ അച്ഛന് തരുന്ന വാക്കാ. ഒരുപാട് വിഷമിപ്പിച്ചെങ്കിലും ഒറ്റ വാക്കിൽ നീ അച്ഛന്റെ സന്തോഷം എല്ലാം തിരിച്ചു തന്നു. താങ്ക്സ്. ഗുഡ് മോർണിംഗ് സാറൻ. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ഷണം? ഒരു ലഞ്ചിന്? ഒന്നുമില്ല, അങ്ങനെ വേണമെന്ന് തോന്നി. പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? പെട്ടെന്നൊരു 4 മുറിഞ്ഞ വാക്കുകളിൽ ലഞ്ചിന് ക്ഷണിക്കുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. അതിന്റെ അർത്ഥം അതെനിക്കുള്ള ക്ഷണത്തേക്കാൾ വേറെ ആർക്കോ ഉള്ള ഭീഷണിയാണ്, അല്ലേ? സ്ത്രീകളുടെ മനസ്സ് വായന ചെറിയ കാര്യമല്ല. ഞങ്ങൾ പുരുഷന്മാർ തോറ്റുപോകും. മൈഥിലി, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസിന്റെ റിസൾട്ട് ആയിരുന്നോ ഈ ക്ഷണം? അത് വിട്. എന്തായാലും മായ വന്നല്ലോ. ഐ എം റിയലി ഹാപ്പി. വാ. എന്നിട്ട് എവിടെ ശ്രീമതി? അത് മൈഥിലി ഈ സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ. അയാൾക്ക് എപ്പോഴും അങ്ങനെയാ, പെട്ടെന്നൊരു കോള് വരും, അപ്പം തന്നെ പോവുകയും ചെയ്യും. സാധാരണ ഞങ്ങൾ പോകുന്ന വലിയ വലിയ ഫംഗ്ഷനിൽ നിന്ന് പോലും അയാൾക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു കോളും വന്നിട്ടില്ല. മൈഥിലിക്ക് പോകേണ്ട അത്യാവശ്യവും വന്നിട്ടില്ല. പക്ഷേ മൈഥിലി പോയി. അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. സ്ത്രീകളുടെ മനസ്സ് വായനയ്ക്ക് കുറച്ചു മുമ്പ് മാർക്കിട്ടതേ ഉള്ളൂ. എന്നിട്ടും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടണോ? മൈഥിലിക്ക് എന്റെ വരവ് ഇഷ്ടമല്ല, അല്ലേ? അതെ ആന്റി, എന്നോടും അച്ഛനോടും ഇപ്പൊ നല്ലോണം പെരുമാറുന്ന ആരെയും അമ്മയ്ക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം കുട്ടിച്ചനോട് ഏത് മോശമായിട്ട് പെരുമാറി. ഓ, അത് ചെറിയൊരു പ്രശ്നം, അതങ്ങനെ തീർന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞതാ അമ്മയെ പോവാൻ സമ്മതിക്കേണ്ടത്. അച്ഛൻ കേട്ടില്ല. മോളുടെ അച്ഛന് അമ്മയെ പേടിയാണോ? പേടിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചില നേരത്തെ സൈലൻസ് ഉണ്ടല്ലോ, അത് പേടിച്ചിട്ടാന്ന് തോന്നിപ്പോ. കുറെ നാള് കഴിഞ്ഞ് യാമിമോളും വിവാഹം കഴിക്കുമല്ലോ.
ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിലുള്ള ഈ സൈലൻസുകളൊക്കെ അപ്പോഴേ മനസ്സിലാവും. അത് പേടിയും ഭീഷണിയും ഒന്നും ആവണമെന്നില്ല. വേറെ അർത്ഥങ്ങൾ അതിനുണ്ട്, അല്ലേ സാരംഗ്? സാരംഗ്, എന്താ? എന്റെ സാരംഗ്, സത്യം പറഞ്ഞ മൈഥിലി ഇവിടെ ഇല്ലാത്തതിന്റെ പേരില് സാരംഗിനൊരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് എന്റെ മുമ്പിൽ നിൽക്കാൻ, അല്ലേ? പേടിക്കണ്ട, അത് സാരംഗിന്റെ ഒരു കഴിവ് കുറവായിട്ട് ഞാൻ കാണുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? മോളെ, നമ്മൾ എങ്ങനെയാ സമയം തള്ളി നിൽക്കുക? ആന്റി കാർഡ്സ് കളിക്കോ? ഓ മോളോ? കളിക്കും. എങ്കി എടുത്തോണ്ട് വാ, നമുക്ക് കളിക്കാം. എന്താ സാരംഗ്? ആയിക്കോട്ടെ, അതിഥി പറയുന്നതാണല്ലോ തീരുമാനം. അങ്ങനത്തെ അവകാശങ്ങളൊന്നും പതിച്ചു തന്നേക്കരുത്. ഞാൻ ചോദിച്ചു തുടങ്ങിയ കുറച്ചൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്, പിന്നെ ബുദ്ധിമുട്ടും. ഞാനൊരല്പം ബുദ്ധിമുട്ടിക്കോളാം. മോള് പോയി എടുത്തുണ്ടോ? സോ നമ്മളത് പൂർണ്ണമായും വിടുന്നു, മനസ്സൊന്ന് ഫ്രഷ് ആക്കുന്നു. ഓക്കേ? ഓക്കെ. സ്നേഹി അച്ഛനും എന്തിനാ വരുന്നെന്ന് പറഞ്ഞോ? ഇല്ല, ഇങ്ങോട്ട് വരികയാണെന്ന് മാത്രം പറഞ്ഞു. മൈഥിലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് വന്നിട്ടേ പോകാവൂന്ന് പറഞ്ഞു. എന്തിനാണാവോ? എന്തെങ്കിലും കണ്ടീഷൻസ് പറയാനായിരിക്കും, അല്ലാതെ എന്താ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇനി അഥവാ സ്നേഹ പുതിയ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞാൽ നീ ഒരു തീരുമാനം എടുത്തു വെച്ചിരിക്കല്ലേ, അത് അവരോട് പറയാം. ആദ്യം വരുന്ന കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി പറച്ചിലൊക്കെ. അരുൺ, ഒരു സംസാരം ഉണ്ടാവരുത്, കേട്ടല്ലോ? അവരാന്ന് തോന്നുന്നു. ആ വാ വാ വാ. ആ എതുക്കൊട്ടിലും ഉണ്ടായിരുന്നോ അച്ഛാ? ഇതാരെന്ന് മനസ്സിലായോ? ഓ പിന്നെ, ഇങ്ങനൊരു സാഹചര്യത്തിൽ കാണുമ്പോൾ ധാരാളം മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. സുഖമല്ലേ മോനെ? സുഖം. ഹായ്, ഇരിക്കേ. ചില്ലേ, മുന്നപ്പുറം പോയി കളിക്കേ. അച്ഛൻ്റെ ചെല്ലടാ ചെല്ല. എന്താ രംഗനാഥ കാണണമെന്ന് പറഞ്ഞത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ മനസ്സും തണുത്ത ഇപ്പോഴാ എന്റെ മോളുടെ ഒരു വാക്കിൽ. കാര്യം അവളെന്നെ കുറെ വിഷമിപ്പിച്ചു. പക്ഷേ നമ്മുടെ ആരുടെ ഉപദേശം കൊണ്ടാണോന്ന് അറിയില്ല, അതോ സ്വയം ചിന്തിച്ച് കണ്ടെത്തിയ ഉത്തരമാണോന്നും അറിയില്ല. കുറച്ചു മുമ്പേ ഇവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, വിവാഹത്തിന് സമ്മതമാണെന്ന്. നമ്മളെല്ലാവരും കൂടി ഇടപെട്ട ഒരു കാര്യത്തിന് ഞാൻ മാത്രമായി തീർപ്പ് കൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് തീരുമാനം എന്തായാലും നമുക്ക് ഒരുമിച്ചെടുക്കാം. ഈ തീരുമാനം നമ്മൾ ആരെങ്കിലും എടുത്തതാണോ രംഗനാഥ? ഇത് ദൈവം തമ്പുരാന്റെ തീരുമാനാ. കാരണം എന്താണെന്നറിയോ? സ്നേഹ വിവാഹത്തിന് സമ്മതിച്ച അതേ നിമിഷത്തിൽ തന്നെ ഇവിടെ ഇവനും വിവാഹത്തിന് സമ്മതം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? സന്തോഷമായി ഫാദർ. ഉള്ളിലൊരു പേടിയോടെയാണ് ഞാൻ വന്നത്, എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്ന്. താങ്ക്സ് മൈഥിലി. കാരണക്കാരി താനാണെന്ന് എനിക്കറിയാം. ഇവര് രണ്ടുപേരും ഒരു കാരണവശാലും പിരിയാൻ പാടില്ല. മാം, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോഴാ എന്റെ മണ്ടത്തരങ്ങൾ എനിക്ക് മനസ്സിലായത്. ഞാനങ്ങനെ ഒറ്റയടിക്കൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഒറ്റയടിക്ക് മാമിനെ ആരുടെയും തള്ളിപ്പറയാനും പാടില്ലായിരുന്നു. സാരമില്ല കുട്ടി, പൂർണ്ണമായും നിന്നെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. നിന്നിലേക്ക് അത്രയും ശക്തമായിട്ടാണല്ലോ ഈ വിവരങ്ങൾ എത്തിയത്. ഇനി ഞാൻ മാമിനെ കുറിച്ച് തെറ്റായിട്ടൊരു വാക്ക് പോലും പറയില്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ മാമിനെ കുറിച്ചൊന്നും എന്റെ നാവിന്ന് വരില്ല. അയ്യോ, അത്ര വലിയ ഉറപ്പൊന്നും വേണ്ട. ചോദിക്കാനുള്ളത് ചോദിച്ചും പറയാനുള്ളത് പറഞ്ഞും പരിഹരിക്കാനുള്ളതൊക്കെ പരിഹരിച്ചുമാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. എടാ, നീ എന്താണെന്ന് പറയാത്തത്? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? കണ്ടോ രംഗനാഥ, പാവം ആകാൻ തുടങ്ങിയാലേ നമ്മുടെ മക്കളെ പോലെ പാവം ആവാൻ വേറെ ആരെ കൊണ്ടും സാധിക്കില്ല. എന്നാ രണ്ടെണ്ണത്തിനും കലിയേറിയാലോ ഇത്രയും കുഴപ്പം പിടിച്ച രണ്ട് മൃഗങ്ങള് ഈ ഭൂലോകത്തുണ്ടാവും. അരുൺ, ഏതായാലും ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് സംസാരിക്കേ. ഞങ്ങള് കാരണവന്മാര് തമ്മിൽ പറയുന്നതല്ലല്ലോ, നിങ്ങൾ തമ്മിൽ പറയുന്നതല്ലേ യഥാർത്ഥ സ്നേഹം. ചെല്ലു സ്നേഹ. ചെല്ലടാ. ഇതിപ്പോ പെണ്ണ് കാണലാണോ അമ്മേ?
അതെന്താടാ? അല്ല, ചെറുക്കനും പെണ്ണും തനിച്ച് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു വിടുന്നു. ആഹാ, അത് ഏത് കൂട്ടം ഗോളടിച്ചല്ലോ. കേട്ടാ മോനെ, ഇതിന് പെണ്ണ് കാണലെന്നോ വേറെ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. ഇതങ്ങ് നടന്ന് കിട്ടിയാ മതി. പെട്ടെന്നെന്താ ഇങ്ങനെ തീരുമാനിക്കാൻ? അങ്ങനെ വേണമെന്ന് തോന്നി. പറഞ്ഞതൊക്കെ സത്യമാണോ? ഞാനിനി ഒന്നിനുമില്ല. എന്നെ കൊണ്ട് ഈ വേദന താങ്ങാൻ വയ്യ. മൈഥിലി മാമിനെ അരുൺ എന്നെ പരിചയപ്പെടുത്തുന്നത് അരുണിന്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ടാ. ആ അർത്ഥത്തിൽ തന്നെ ഞാൻ കണ്ടോളാം. എന്നാ പിന്നെ യാതൊരു പ്രശ്നവും നമ്മൾ തമ്മിൽ പിന്നെ ഉണ്ടാവില്ല. അത് ഒഴിവാക്കി നിർത്തിയ തന്റെ കുറുമ്പും വഴക്കടിയും വഴക്കും ഒക്കെ എനിക്ക് ഇഷ്ടമാണോ? അപ്പോ ഞാൻ പൂർണ്ണമായിട്ട് സൈലന്റ് ആവേണ്ട കാര്യമില്ല. ഒട്ടുമില്ല. ജീവിതത്തിൽ അല്പം ബഹളമൊക്കെ വേണം. എന്നാ ഞാൻ ഏറ്റു. കുഞ്ഞിന് സുഖമാണോ? ആയിരിക്കാം. അച്ഛനെ തിരിച്ചു കിട്ടിയതല്ലേ, നന്നായി സന്തോഷിക്കും. എന്താടോ? നഷ്ടപ്പെട്ടു എന്ന് പേടിച്ചിട്ട് തിരിച്ചു കിട്ടിയപ്പോ എന്തോ പോലെ. എനിക്കും അതെ. ഇപ്പോഴാണോ നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട്. എന്താ അമ്മായി? മോള് നിക്ക്. മോളിത് കൈ വെച്ചു. എന്തിന്? ഇവളിവിടെ നിൽക്കുവല്ലേ, അമ്മായിയുടെ അടുത്ത് കൂടുതലൊന്നുമില്ല. ഇവളുടെ ആവശ്യത്തിനെന്നും പറഞ്ഞ് മാറ്റിവെച്ചതാ. അമ്മായി ഒന്ന് വെറുതെ ഇരുന്നേ. അവൾ ഇവിടെ നിൽക്കുന്നതിന് ഞാൻ പണം വാങ്ങാനോ? അങ്ങനെയൊന്നും കരുതണ്ട. അമ്മായിയുടെ ഒരു സന്തോഷത്തിനല്ലേ ഇത് കൈവേ. വേണ്ടെന്ന് പറഞ്ഞ അമ്മായിക്ക് സങ്കടാവും. ഒന്ന് പറയടി. അത് വാങ്ങിക്ക് ചേച്ചി. എന്നാ അമ്മായി വാ. ഇവളെവിടെ നിർത്താൻ തീരുമാനിച്ചത് രഞ്ജിത്തല്ലേ? അമ്മായി തന്നെ നേരിട്ടങ്ങ് ഏൽപ്പിച്ചാ മതി. ഇടപാട് അമ്മായി മോനും കൂടെ അയക്കോ. വാ. എന്താടോ? അമ്മായിക്ക് രഞ്ജിത്തിനോട് എന്തോ പറയാനുണ്ടെന്ന്. അങ്ങോട്ട് പറ. വേറൊന്നുമില്ല. ആ കയ്യിലിരിക്കുന്ന കാശുണ്ടോ, അത് നമ്മളിപ്പോ വാങ്ങിക്കണം. അതാണ് പ്രശ്നം. ആഹാ, അത് കൊള്ളാലോ. എന്റെ ഒരു സമാധാനത്തിനാ മോനെ. നേരത്തെ പറഞ്ഞത് ആവണി ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോ അമ്മായിക്ക് സമാധാനം കിട്ടുമെന്നല്ലേ. ആ സമാധാനം ഇപ്പൊ എവിടെ പോയി? അങ്ങനെയല്ല. അയാളെ ഞങ്ങളുടെ കൂടെ നിർത്താന്ന് തീരുമാനിച്ച നിമിഷം മുതൽ അയാൾ ഞങ്ങളുടെ കുടുംബത്തിലൊരംഗമാ. അതിന്റെ കണക്ക് അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം ആവണി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ, എന്നിട്ട് ഞങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. അല്ല നാമിക, ഇവർ രണ്ടുപേരും ഇത്രയും പാവമായിട്ട് എങ്ങനെയാ ജീവിച്ചു പോകുന്നത്? ഭയങ്കര അത്ഭുതമാണല്ലോ. എനിക്ക് അറിഞ്ഞൂടെ രഞ്ജിത്തെ. വെട്ടുകൊണ്ട് വീണാലേ പിന്നെ ഇങ്ങനെ ചിറകിട്ടടിക്കാനല്ലേ പറ്റൂ. അങ്ങനെയായി പോയതാ. എന്റെ ചെറുപ്രായത്തിലാ അവളുടെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം ഞാൻ അങ്ങനെ കാര്യമായിട്ട് ആരോടും മിണ്ടാറില്ല, അടുക്കാറുമില്ല. പേടിയാ. ആ പേടി അവക്കും കിട്ടിയിട്ടുണ്ട്. ആവണി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിൽക്കട്ടെ. പക്ഷേ അവൾക്കൊരു ചേഞ്ച് ആവശ്യമാ. സാരമില്ല, ഒരു 2 ദിവസം ഇവളുടെ കൂടെ നിൽക്കുമ്പോ അതങ്ങ് തനിയെ ആയിക്കോളും. അല്ല, അത് അമ്മായിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അമ്മായിയുടെ പൊന്നുമോക്ക് ഒരു കുറവില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതെന്തിനാ ഇപ്പൊ കരയുന്നേ? സങ്കടം വരുന്ന സമയത്തൊക്കെ എപ്പോഴും കരുതും, ഒന്ന് ആശ്വസിപ്പിക്കുക ഒരാഴ്ചക്കിന് തന്നില്ലല്ലോ എന്ന്. ഇപ്പോഴാ ആ സങ്കടം തീർന്നത്. രഞ്ജിത്തിന് പുതിയ സ്ഥാനം കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ഔട്ടായി. ഇനി കാര്യങ്ങളൊക്കെ അമ്മായിയും മോനും കൂടി. ഞാൻ രാവിലെ തന്നെ പോകും. 1-2 ദിവസം നിൽക്ക്. അത് ആവണിക്കൊരു ആശ്വാസമാവുമല്ലോ. പോകേണ്ട കാര്യം അവക്കറിയാം മോനെ. ഓരോ സ്ഥലത്ത് പണിക്ക് പോകുന്നുണ്ടേ. അവളുടെ കാര്യത്തിനൊക്കെ അവിടുന്നൊക്കെ മുൻകൂർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെല്ലാണ്ടായാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. അതാ. എന്നാ ശരി, അമ്മായിക്ക് ആവണിയെ കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് വിളിച്ചാ മതി.
ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് വരാം. അമ്മായിക്ക് ഇങ്ങോട്ട് എപ്പോ വേണമെങ്കിലും വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. മതി മതി. സുമ, ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. താങ്ക് യു. ഞാനിവിടെ വരുമ്പോ എനിക്ക് ഫുഡ് വെക്കാൻ അറിയില്ലായിരുന്നു. എന്നെ എല്ലാം പഠിപ്പിച്ചത് മൈഥിലി മാഡം. മൈഥിലി മാഡം പാചകം ചെയ്തത് കഴിക്കണം. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? തിരക്കൊഴിയുന്ന ദിവസങ്ങളിൽ എന്നെ മാറ്റി നിർത്തി മാഡം പാചകം ചെയ്യും. ആന്റി, ഇതൊക്കെ ചുമ്മാ സുമാൻറ്റി പൊക്കിയടിക്കുന്ന. അമ്മ കുക്ക് ചെയ്യും എന്ന് കരുതി അത്ര വലിയ സംഭവമൊന്നും അല്ല. എന്തിനാ യാമിമോളെ കള്ളം പറയുന്നേ? സുമാൻറ്റി പാചകം ചെയ്യേണ്ട, അമ്മ ചെയ്താ മതിയെന്ന് പറഞ്ഞ് യാമിമോൾ എത്ര ദിവസം വേളം വെച്ചിട്ടുണ്ട്. ആ മതി മതി, ഭക്ഷണ മേശയില് ഇതൊരു ചർച്ചയാക്കണ്ട. സുമ പൂർണ്ണമായിട്ടും മൈഥിലിയുടെ ഭാഗത്താണല്ലേ? അടുക്കളക്കാരികൾക്ക് നിലനിൽപ്പൊരു പ്രശ്നമാണല്ലോ. അവരതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും. ആന്റി എന്താ കഴിക്കാത്ത? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. ഈ കറി കുറച്ചുകൂടി എടുക്ക്. സാരംഗ്, ആദിത്യ മര്യാദയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ മോൾക്ക്. ഇനി അതും എന്നെ അമ്മ പഠിപ്പിച്ചെന്ന് കരുതണ്ട. അച്ഛൻ ആളുകളോട് പെരുമാറുന്ന നോക്കിയിട്ടാ ഞാനിതൊക്കെ ശീലിച്ച. ഓ, യുവർ ഫാദർ ഈസ് ഗ്രേറ്റ്. സാരംഗ്, ചില ഇറക്കങ്ങൾക്ക് ചില കയറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്താ രസം? എനിവേ, ഞാനിത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്ന ചിലരിവിടെ ഉണ്ട്. അതോർക്കുമ്പോ എനിക്ക് അല്പം ടെൻഷൻ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആന്റിക്ക് എന്തിനാ ടെൻഷൻ? ആന്റി അച്ഛന്റെ എന്റെ ഗസ്റ്റ് അല്ലേ. ആന്റിയോട് ആരും ഒന്നും പറയില്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഓക്കെ. മായക്ക് കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് പോണമെന്നില്ലല്ലോ. ആക്ച്വലി ഇന്നെനിക്ക് വലിയ പ്ലാൻസ് ഒന്നുമില്ല. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. പുറപ്പെട്ടു പോയവര് തിരിച്ചെത്തിയിട്ട് അങ്ങനെയാണോ? കഴുകാൻ ഞാനും കൂടാ. വേണ്ട വേണ്ട, ശീലമില്ലാത്തൊന്നും സ്നേഹം ചെയ്യണ്ട. ഞാൻ തന്നെ ചെയ്തോളാം. ഓ, അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം മനസമാധാനത്തോടൊന്നുണ്ടു. അത് എല്ലാവരുടെ കാര്യത്തിലും കറക്റ്റാണ് ഫാദർ. ഞങ്ങളിപ്പോ നിങ്ങളുടെ കാരണന്മാരൊക്കെ ആയി ചെറിയൊരു മനസമാധാനത്തോടെ ഇരിക്കുകയാണ്. അധികം വൈകാതെ നീയൊക്കെ നശിപ്പിക്കോ? ഇല്ല ഫാദർ, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സത്യം പറയാലോ, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാന്ന് ചോദിച്ചാ ഇപ്പൊ എനിക്ക് ഇതാന്ന് പറയാനാ ഇഷ്ടം. എങ്കിൽ പിന്നെ കല്യാണത്തിനൊരു തീയതി നിശ്ചയിച്ച് അധികം വൈകാതെ ഇതങ്ങ് നടത്തിയേക്കാം. അത് വേണം രംഗനാഥ. 1-2 ദിവസത്തിനുള്ളിൽ താൻ ഒരു നല്ല മുഹൂർത്തം നോക്കിയെടുക്കണം. രജിസ്റ്റർ ഓഫീസിൽ ഒന്ന് പറയണം, അത്രേ ഉള്ളൂ. അരുണങ്കിൾ, കല്യാണത്തിന് പാർട്ടിയൊന്നും ഇല്ലേ? ഏയ്, ഇതൊരു ചെറിയ കല്യാണമല്ലേ. പക്ഷെ എതുക്കുട്ടന് അങ്കിളിന്റെ വക ഒരു പാർട്ടി ഉണ്ടാവും. നിനക്ക് ഞാനും ഒരു പാർട്ടി തരാം എതുക്കുട്ടാ. സ്നേഹേ, ശരിക്കും നിന്റെ മനസ്സിപ്പോ ക്ലിയർ അല്ലേ? എന്റെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. സത്യം പറഞ്ഞ ഇങ്ങനൊരു തീരുമാനം എടുത്ത ഉടനെ തന്നെ നമ്മളൊക്കെ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടിയത് നന്നായി. കേട്ടോ മൈഥിലി, ഇപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടാ തോന്നും ഇത്രയും നാള് നമ്മളാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയതെന്ന്, അല്ലേ? എത്ര ദിവസം മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. ആ അതിനെന്താ, ഇന്ന് ചെന്ന് കിടന്ന് താൻ മനസ്സമാനത്തോടെ ഉറങ്ങടോ. അതിനു മുമ്പ് ആ ഡേറ്റ് നോക്കാൻ മറക്കരുത്. ആ പിന്നൊരു കാര്യം, വിവാഹത്തിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം ആരോടും പറയണ്ട, രഹസ്യമാക്കി വെച്ചാ മതി. വേറൊന്നുമില്ല, ഒരു ഉപകാരമില്ലാതെ പോലും ഇത് മുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്തിനാ വെറുതെ ഒരു വിഷമം ഉണ്ടാക്കുന്നത്? ആ മൈഥിലി പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പൊ ഈ വിവരം നമ്മളെ വിട്ട് പുറത്തേക്ക് പോകണ്ട. അപ്പൊ രംഗനാഥാ, താനിങ്ങനെ നിന്നാലെങ്ങനെയാടോ? ഇറങ്ങിക്കോ. ദേ ഇവരെ കൊണ്ടുപോക്കോ. പോയി ആദ്യം ഒരു ഡേറ്റ് എടുത്തിട്ട് വാ. ഫാദർ വരുന്നില്ലേ? എടോ, അച്ഛനായി, മോളായി, മരുമകനായി, അതിനിടയിൽ ഞാൻ എന്തിനാടോ? ചെല്ല്. ഇറങ്ങട്ടെ മാം. പോയിട്ട് വാ. ആ
മാഡം ഞാൻ വന്നിട്ടല്ലേ പോവുള്ളൂ. ഞാൻ ഇറങ്ങും, നീ വിളിച്ചാ മതി. ശരി ഫാദർ. ഓ ഇത് കൂടാ പോട്ടെ. ശരി. ശരി. മൈഥിലി മോളെ, സമാധാനായില്ലേ? ഉവ്വ് ഫാദർ, നെഞ്ചിന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ. ഞാൻ എപ്പോഴും പറയാറില്ലേ, നടുക്കടലിൽ ആടി ഉളഞ്ഞാലും ഏതെങ്കിലും ഒരു കരയിൽ നമ്മൾ സുരക്ഷിതമായിട്ട് എത്തുമെന്ന്. ഈ വിവാഹം ഒന്ന് കഴിഞ്ഞാ എനിക്ക് ചിലരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാമായിരുന്നു. അത്